അവൻ്റെ അമ്മയോട് തന്നെ ഞാൻ ചോദിച്ചു, അവൻ എവിടുന്ന ജ്യോത്സ്യം പഠിക്കുന്നത്? ഇതിനെക്കുറിച്ച് മഹാധനിയുടെ കക്ഷിയാണ്. ഇവ എന്നീ തന്ത്രിയായി മന്ത്രിയായി എന്നൊന്നും എനിക്കറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന ഒരു അമ്മയും മകളും കൂടെ ഇവിടെ ജ്യോത്സ്യം നോക്കാൻ വന്ന ഒരു കുട്ടിയെയാണ് ഇത്തരത്തിൽ ഇവിടുത്തെ ഈ ജ്യോത്സ്യം പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ പോലീസ് അറിഞ്ഞപ്പോഴും തന്നെ ഇവിടെ എത്തി. ശാസ്ത്രീയമായ എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തി. അപ്പോൾ പോലീസിന് ഒരു രഹസ്യ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭരണിക്കാവിൽ നിന്നും ഇന്ന് ഉച്ചയോടുകൂടി പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിച്ചത്. അത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള പുത്തൂർ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വളരെ കാര്യക്ഷമമായൊരു അന്വേഷണം. അതിന് ശാസ്താംകോട്ട DYSPയുടെ ചാർജ് കൂടി വഹിക്കുന്ന എനിക്ക് നല്ല രീതിയിൽ അവർക്ക് വ്യക്തമായൊരു നിർദ്ദേശം നൽകാനും ജില്ലാ പോലീസ് മേധാവിയുടെ ഉൾപ്പെടെ ഒരു ഡയറക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചത്. ഇപ്പോൾ ശാസ്ത്രീയമായ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലയിലെ സയൻറ്റിഫിക് എക്സ്പെർട്ടുകളും ഫിംഗർ പ്രിൻ്റ് എക്സ്പെർട്ടിൻ്റെയൊക്കെ നേതൃത്വത്തിൽ തെളിവ് ശേഖരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി എത്രയും പെട്ടെന്ന് തന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ഇതിൻ്റെ കുറ്റപത്രം വളരെ താമസിയാതെ തന്നെ പോലീസ് സമയോചിതമായി തന്നെ നടത്തി ഇതിൻ്റെ പ്രതിക്ക് അർഹമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഇതിൽ പോക്സോ ആക്ടാണ് പ്രധാനമായിട്ട് വരുന്നത്. ഞാൻ വൈകിട്ട് അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കുറേ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. അതവിടെ വിവരം ചോദിച്ചപ്പോൾ ഇങ്ങനെ മുരാരിയുടെ അടുത്ത് ഒരമ്മയും കൊച്ചും കൂടെ വന്നു. അവിടെ എന്തോ പ്രശ്നം ഉണ്ടായി എന്നും ഇവിടെ കുറേ ആളുകൾ പറയുന്നതായിട്ട്. അതിനപ്പുറത്തോട്ട് നമുക്കൊന്നും അറിഞ്ഞുകൂടാ. പിന്നെ ഞാൻ ആളുകൾ ഓരോന്ന് പറയുന്നത് മാത്രമേ നമുക്കറിയാവൂ. ആളുകൾ വരാറുണ്ടെന്നാണ് പറയുന്നത്. എൻ്റെ വീടിച്ചിരി അങ്ങ് താഴെ. അങ്ങനെ ആളുകൾ പറയുന്നുണ്ട്. ഞാനൊരു 7-7:30 മണിയായി. 7:30 മണിക്ക് ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നതുപോലെ അറിഞ്ഞു. അന്വേഷിച്ചപ്പം എന്നതാന്ന് പറഞ്ഞു. ഇവിടെ ഒരുപാട് ആളുകൾ ഞാൻ പൂജയ്ക്കൊക്കെ വരാറുണ്ട്. പിന്നെ ഞാൻ പല പ്രശ്നങ്ങളും ഉണ്ടെന്നും പല ആളുകളും പറയാറുമുണ്ട്. ഇന്നലെ നടന്ന സംഭവം, ഇന്നലെ ഒരു അമ്മയും മോളും കൂടെ ഇവിടെ പൂജയ്ക്ക് വന്ന് അവരെ റൂമിൽ കയറ്റിയെന്നോ കൊച്ചിനെ അതാണ്ട് ചെയ്തെന്നൊക്കെ അവർ പറഞ്ഞു. അത്രയും അറിയാവൂ. അത് ഞാൻ കണ്ടില്ലല്ലോ, ഞാൻ ഇല്ലായിരുന്നല്ലോ. അവൻ്റെ അമ്മയോട് തന്നെ ഞാൻ ചോദിച്ചു, അവൻ എവിടുന്ന ജ്യോത്സ്യം പഠിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഏഴ് ജ്യോത്സ്യൻ്റെ പിന്നെ കാറിനകത്ത് ഡ്രൈവറായിട്ട് പോയിട്ടുണ്ട്, അവിടെ വെച്ചാൽ പഠിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ജ്യോത്സ്യൻ്റെ കാറിനകത്ത് പോയാൽ ജ്യോത്സ്യം പഠിക്കാൻ ഒക്കത്തില്ല ഒരു കാരണവശാലും. ജ്യോത്സ്യം പഠിക്കണമെങ്കിൽ ജന്മനാൽ ഉള്ള കഴിവുകൾ വേണം. അവൻ്റെ അമ്മ പറഞ്ഞ പോയിന്റ് ഇതാ, ഇവിടെ എല്ലാം എനിക്ക് അറിയാവുന്ന കക്ഷിയാണ്. ഇല്ലില്ല, ഞാൻ ഒരു കിലോമീറ്റർ അപ്പുറമാണ് വീട് താമസം. ഞാൻ ഓടിയെത്തി ഒന്നുമില്ല, ഞാൻ ഇന്ന് രാവിലെ അറിയുന്നു. ഇതിനെക്കുറിച്ച് മഹാധനിയുടെ കക്ഷിയാണ്. തരികടയായിരുന്നു പണ്ട് ആട്ട ഓടിക്കുന്ന കാലം മുതൽ ഇവിടെ വേണ്ട അടി കൊണ്ടും കൊട്ടാരക്കര മുതൽ പുത്തൂർ മുതൽ ചവിട്ടും കൊണ്ടും ചവിട്ടി തേച്ച് നടന്നവനാണ്. ഇവ എന്നീ തന്ത്രിയായി മന്ത്രിയായി എന്നൊന്നും എനിക്കറിയത്തില്ല. ഈ ഇദ്ദേഹത്തിൻ്റെ പ്രവണതകൾ, ഇദ്ദേഹത്തിൻ്റെ ആ വീടിനുള്ളിൽ വലിയ അറകളും റൂമുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തതയൊന്നും കിട്ടിയിട്ടില്ല. പോലീസിൻ്റെ അന്വേഷണത്തിലാണ്. ഇന്നലെ 16 വയസ്സുള്ള ഒരു കുട്ടിയും പിന്നെ അതിൻ്റെ മാതാവും കൂടി ഇതിൻ്റെ പൂജയുമായി ബന്ധപ്പെട്ട് വന്ന സമയത്ത് അവർക്കുണ്ടായിട്ടുള്ള വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം, ഈ കുട്ടിയെ ഒറ്റയ്ക്ക് റൂമിൽ വിളിച്ചുകൊണ്ടുപോയി അതിൻ്റെ പൂജാതി കർമ്മങ്ങൾ നടത്താനാണെന്ന് പറഞ്ഞ് അതിൻ്റെ അമ്മയെ വെളിയിലിരുത്തിയിട്ട് ഈ കുട്ടിയെ റൂമിനുള്ളിൽ കയറ്റി ഒരു 2 മണിക്കൂറോളം പൂജയാണെന്ന് പറഞ്ഞുകൊണ്ട് 2 മണിക്കൂറോളം ഈ കുട്ടിയെ വളരെ മൃഗീയമായി പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു ആരോപണമാണ് ഈ കുട്ടിയുടെ അമ്മയെടുത്ത് വന്ന് പറയുകയും ഈ കുട്ടി നിലവിളിച്ചുകൊണ്ട് അമ്മയെടുത്ത് വരികയും അമ്മ അതിൻ്റെ ബന്ധുക്കാരെയും നാട്ടുകാരെയൊക്കെ അറിയിക്കുകയും അങ്ങനെ പുറം വാതിലിലൂടെ ഇറങ്ങി മതിൽ ചാടി ഈ മുരാരി തന്ത്രികളെന്ന് പറയുന്ന ഈ രാജംബാബു ഇറങ്ങി ഓടിയെന്നാണ് അറിയാൻ കഴിയത്. 1990 മുതൽ അറിയാം. കാര്യം ഞാനൊന്നും ഈ പഞ്ചായത്തിൽ
ജനിച്ച് വളർന്ന് ജീവിക്കുന്ന ആളാണ്. 90 മുതൽ ഇയാൾ പൊലമുക്കിൽ ജംഗ്ഷന് ഓട്ടോറിക്ഷ ഓടുന്ന കാലം മുതൽ 90 മുതൽ ഏതാണ്ട് 2000 ആണ്ട് വരെ അവിടെ ഓട്ടോറിക്ഷ ഓടിക്കൊണ്ടിരുന്നതാണ്. അതിനുശേഷം അദ്ദേഹം റിയൽ എസ്റ്റേറ്റ് പരിപാടിയോ ഒക്കെ ഉണ്ട്. അതിപ്പോഴും ഉണ്ട്. വിദേശത്തേക്ക് ആളുകളെ കയറ്റി അയക്കുന്നുണ്ട്. വിദേശത്തേക്ക് ആളുകളെ കയറ്റി അയക്കുന്നതൊക്കെ ഒരുപാട് തട്ടിയിലും വെട്ടിയിലും ഒക്കെ അതിൻ്റെ അകത്ത് ഒരുപാട് പരാതികളുണ്ട്. കാര്യം ലക്ഷങ്ങൾ വാങ്ങിക്കൊണ്ട് ഒരാളുടെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ഒരാൾക്ക് ഇന്ന് കേരളത്തിൽ തൊഴിൽ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് അവർ വിദേശത്ത് പോയി രക്ഷപ്പെടാമെന്ന് കരുതിയിട്ട് അവരുടെ കുടുംബം വരെ വിറ്റ് ഇദ്ദേഹത്തിന് പണം കൊടുത്തിട്ട് ലക്ഷക്കണക്കിന് രൂപ. ഒരു ഗൾഫിലേക്കൊക്കെ ഒരു ജോലിക്ക് അയാൾ 3 ലക്ഷം രൂപയ്ക്കാണ് വാങ്ങുന്നതെന്നാണ് അറിയുന്നത്. സാധാരണ ഒരു 50,000 60,000 രൂപ വാങ്ങിച്ചൊരു വിസ കൊടുക്കുന്നതിന് ഇദ്ദേഹം 3 ലക്ഷം രൂപയൊക്കെ എന്ന് പറയുമ്പോൾ താന്ത്രിക വിദ്യകൾ പഠിച്ചിട്ടുള്ള ആളല്ല. ഇദ്ദേഹം നമ്മുടെ വിശ്വാസത്തെ വിറ്റുകൊണ്ട് കാശുണ്ടാക്കുന്നു. നമ്മുടെ കഷ്ടകാലത്തിന് ചില അയ്യോഭാവികൾ ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്നു വീഴുന്നു. ഈ നാട്ടിൽപ്പെട്ട ആരും തന്നെ ഇദ്ദേഹത്തിനോട് യാതൊരു വിശ്വാസവും ഇല്ല എന്നുള്ളതാണ് വസ്തുത. എല്ലാവർക്കും നാണക്കേടുണ്ടാകുന്ന ഒരു കാര്യമാണ് ഇന്നലെ അരങ്ങേറിയത്. ഒരു അമ്മയും ഒരു കുട്ടിയും 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയും ആ കുട്ടിയുടെ ദേഹത്തെന്തോ ബാധയുണ്ടെന്നും പറഞ്ഞാണ് അവരിവിടെ വന്നെന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ 2 മണിക്കൂറിലധികമായി ആ കുട്ടിയെ കാണുന്നില്ല. അങ്ങനെ അമ്മ ചെന്നപ്പോഴാണ് കുട്ടി നിലയും വിളിച്ചുകൊണ്ട് പുറത്തോട്ട് ഓടി വരുന്നതും ഇത്രയും വിഷയങ്ങൾ ഇവിടെ നടന്നതും. പക്ഷേ എന്തായാലും ശരി, നമ്മുടെ ഈ കൊട്ടാരക്കരയിൽ വെണ്ടാറെന്ന് പറയുന്ന സ്ഥലത്ത് ഒന്നും അരീക്കൽ ഭാഗത്ത് നമുക്കൊന്നും ഉൾക്കൊള്ളാൻ വയ്യാത്ത ഒരു രീതിയിലാണ് ഈ സംഭവം തുടങ്ങിയത്. അത് അമ്മേ, എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടി. അമ്മയ്ക്ക് എന്താ വേണ്ടേ? ഒന്നും വേണ്ടടാ. പറയമ്മേ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, KSF-ൽ ഒരു ചിട്ടി ചേരും. KSF-യോ? ഹായ് വേണുമാമ. എന്താ ഒരു ചിരി? നീ ഇരിക്കുന്ന MNC ജോലിക്കുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചി KSF ചേർന്ന് ഉണ്ടാക്കിയതാ. നിന്നെ കോച്ചിങ്ങിന് വിടാനും പഠിപ്പിക്കാനുള്ള ചേച്ചിയുടെ ധൈര്യം KSF ആയിരുന്നു. KSF-യുടെ പുതിയ ഹാർമണി ചുട്ടിയുണ്ട്, ഉടനെ നീ അതിൽ ചേരണം. KSF ഹാർമണി ചുട്ടികൾ. അമ്മേ, KSF ചിട്ടിയിൽ ഞാൻ ചേർന്നു കേട്ടോ. നന്നായടാ. KSF ഹാർമണി ചുട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. KSF, ഈ നാടിന്റെ ധൈര്യം.